ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ വീട് ഷിഫ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പം 7-ാം തീയതി ആയിരുന്നു നമ്മുടെ പുതിയ വീടിൻ്റെ പാലുകാച്ച്. അപ്പോൾ അന്ന് നമുക്ക് താമസിക്കാനായിട്ട് പറ്റി. അന്ന് നമ്മൾ ജസ്റ്റ് കിടന്നു, നമ്മൾ സാധനങ്ങളൊന്നും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. തല്ലിപ്പിടച്ചാണ് നമ്മുടെ പരിപാടികളെല്ലാം നടത്തിയത്. അപ്പോൾ അതിനുശേഷം ഇന്ന് ആണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് പെയിൻറ്റ് പണിയും എല്ലാ പണിയും കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീർത്തിട്ട് ഇപ്പോഴും ഉണ്ട്, ഇനി കുറച്ചുകൂടി പണിയുണ്ട്. അപ്പോൾ അതിനിപ്പം താമസിച്ചിട്ടാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വീട് ഷിഫ്റ്റ് ചെയ്ത് നിൽപ്പാണ് നിൽക്കൽ. കാലൊക്കെ നല്ല ബുദ്ധിമുട്ട്, നല്ല വേദന. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചില്ല. അപ്പോൾ 4 മണിയാവാൻ പോണു. 2-3 ദിവസമായിട്ട് ഇതിൻ്റെ പുറകെ ആയിരുന്നു. ഓണത്തിൻ്റെ തലേ ദിവസമാണ് കേട്ടോ നമ്മളിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉത്രാടപ്പാച്ചിലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് വണ്ടിയാണ് ഈ പോകുന്നത്. നമ്മളൊരു വണ്ടി നമ്മുടെ സാധനങ്ങളൊക്കെ കയറ്റി വിട്ടു. അപ്പോൾ അടുത്തത് നമ്മുടെ ലാസ്റ്റ് ചെടികളെയാണ് കൊണ്ടുപോകുന്നത്. കണ്ടോ, ആ തുടക്കണ കോല് വേണമെന്നാണ് ചോദിക്കുന്നത്. കാരണം തുടക്കണ കോല് കൊള്ളില്ലാത്തതാണ്, പക്ഷേ അതിൻ്റെ കോല് നമുക്ക് ചെടികൾക്ക് ഊന്ന് കൊടുക്കാനൊക്കെ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കളയണ്ടെന്ന് പറഞ്ഞ് ഞാൻ അതിനകത്ത് ഇട്ടേക്കാനായിട്ട് ഞാനോട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ വണ്ടികളെല്ലാം എല്ലാ സാധനങ്ങളും കയറ്റിയിട്ട് കെട്ടാണ്. ഈ ചേട്ടന്മാരാണ് നമ്മളെ സഹായിക്കാനുണ്ടായത്. അവശതിയായിട്ടോ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ നമ്മുടെ ചെടികളെല്ലാം തന്നെ എടുത്തു കയറ്റി. ഇവിടെ എൻ്റെ മുന്നേ കടലാസ് റോസ് കയറ്റാൻ പറ്റുമെന്ന് അറിയില്ല. കടലാസ് റോസ് കയറ്റി. ആ ചേട്ടൻ പറഞ്ഞോളൂ നഴ്സറിക്കുള്ളൊരു ഇതുണ്ടെന്നാണ് പറയണത്. കടലാസ് റോസിൻ്റെ കാര്യത്തിൽ മാത്രമായിട്ടോ കുറച്ച് ടെൻഷനായിരുന്നു. കാരണം അതിന് നല്ല നീളമുണ്ട്. ആ വണ്ടിയുടെ പുറത്തേക്ക് തൂങ്ങി കിടക്കാണ്. കുറച്ച് അങ്ങനെ കിടത്തിയിട്ടാണ് ലാസ്റ്റാണ് കടലാസ് റോസിനെടുത്തത്. കിടത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ചെടികളെല്ലാം തന്നെ കയറിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പാണ്. കട്ടിൽ, ഫ്രിഡ്ജ്, അതേപോലെ ഒരുപാട് ഇങ്ങനത്തെ ഉപകരണങ്ങളൊന്നും ഇല്ലാട്ടോ. നമുക്ക് ആകെ ഒരു കട്ടിലും ഒരു ഫ്രിഡ്ജും ഒരു ടേബിളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ കയറ്റിയിട്ടുണ്ട്. പിന്നെ 4 കസേര, പിന്നെ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ഉള്ളൂ. നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഫർണിച്ചറായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇത് വീടിന് ബാക്കിയുള്ളത് കുറച്ച് സാധനങ്ങളൂടെ ഉള്ളൂ കയറ്റാനായിട്ട്. കണ്ടോ, ഇവിടെ ചേട്ടൻ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. കണ്ടോ, ലാസ്റ്റ് ഐറ്റമാണ് നമ്മുടെ ചട്ടി. ഇതൊക്കെ നമ്മൾ അടുത്ത ട്രിപ്പിലാണ് കൊണ്ടുപോകുള്ളൂ. പിന്നെ നമുക്ക് കഴിക്കാനുള്ള ഫുഡാണ് അവിടെ വെച്ചേക്കുന്നത്. ആക്രിക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ. പഴയൊരു കമ്പ്യൂട്ടറും കുറച്ച് പേപ്പറും ഒക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ കണ്ടോ, ഈ റൂമിലെല്ലാം നമ്മൾ എന്താ പറയുക ക്ലീൻ ചെയ്ത് കാരണം സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടിയും ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഒത്തിരി ഉണ്ടല്ലോ. നമ്മൾ ഈ വീടും ക്ലീൻ ചെയ്ത് കൊടുക്കണം, നമ്മുടെ പുതിയ വീടും ക്ലീൻ ചെയ്ത് എടുക്കണം. അങ്ങനെ നല്ലൊരു മുട്ടം പണിയാണ്. കണ്ടോ, ഇതൊക്കെ ഇനി കൊടുക്കാനുള്ളതാണ്. കാർട്ടനൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. ഇനി ഈ ഒരു ഷെൽഫാണെങ്കിൽ ഞാൻ എടുത്തിട്ടില്ല, ഇനി അത് എടുക്കുകയും വേണം. അതുപോലെ തന്നെ അടുക്കളയിലും കുറച്ച് തട്ടിൽ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. കണ്ടോ, ചെടിയാണ് എല്ലായിടത്തും വെച്ചേക്കണത്. അപ്പം ഇനി അതൊക്കെ പറക്കി എടുത്തിട്ട് വേണം. അപ്പം ഇനിയിപ്പം കണ്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും അങ്ങനെ നമ്മുടെ പഴയ വീട്ടിൽ വന്നേക്കാണ്. ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ നിന്ന് നമ്മൾ പറഞ്ഞല്ലോ ശനിയാഴ്ചയാണ്, ഓണത്തിൻ്റെ തലേദിവസമാണ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് മാറിയത്. അപ്പോൾ ഈ വീട് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇത് ലാസ്റ്റ് ഡേ ആണ് നമ്മുടെ ഈ വീട്ടിൽ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ക്ലീനിങ്ങായിട്ട് ഇപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ കണ്ടോ പരത്തി ഒതുക്കി, എല്ലാ സാധനങ്ങളും അങ്ങനെ ഒതുക്കി വെച്ചേക്കാണ്. ഇതെല്ലാം തന്നെ നമുക്ക് ആക്രിക്ക് കൊടുക്കാനുള്ളതാണ്. പിന്നെ ഇനി ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ വീട് തുടച്ചുകൊണ്ട് വെക്കാണ്. അപ്പോൾ ഈ ബെഡ്റൂമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ തുടയ്ക്കുന്നത്. കണ്ടോ, ഇരുട്ടാണ്. ഞാൻ ബെഡ്റൂമിൻ്റെ ജനാലകളൊക്കെ തുടച്ചൊക്കെ നല്ല പൊടിയുണ്ട്. റോഡ് സൈഡും കൂടിയാണല്ലോ, അപ്പോൾ നല്ല പൊടിയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ക്ലീൻ ചെയ്യാൻ എൻ്റെ ചൂടാണത്. അപ്പോഴാണ് ഓർത്തത് ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വേഗം വന്ന് ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ക്ലീൻ ചെയ്തെന്ന് ചേച്ചിക്ക് താക്കോല് കൈമാറും കേട്ടോ. അപ്പോൾ നമ്മുടെ ചേട്ടന് ഭയങ്കര തിരക്കിലാണ്. കുറേ ആക്രികളുണ്ട്. അപ്പോൾ അതൊക്കെ പറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ കാണിച്ചു തരാം കേട്ടോ ചേട്ടനെ. ഇവിടെ കുറേ ഉണ്ട്. കണ്ടോ, ഇവിടെ ചേട്ടൻ്റെ വക ക്ലീനിങ്ങാണ്. കുറേ പിള്ളേരുടെ മരുന്നും കാര്യങ്ങളൊക്കെയാണ് ആ കുപ്പികളെല്ലാം. നല്ല ഇതായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിന് വാരിക്കെട്ടി ഒതുക്കിയിട്ട് വേണം. നല്ല തിരക്കിലാണ്. ഈ ക്ലീനിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഒത്തിരി രാത്രിയായിട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അന്ന് താക്കോല് കൊടുത്തില്ല. മറ്റൊരു ദിവസമാണ് താക്കോല്, പിറ്റത്തെ ദിവസമാണ് നമ്മൾ താക്കോല് കൊടുത്തേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീട്ടിലെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ നിന്ന് നമ്മുടെ പുതിയ വീട്ടിലേക്ക് പോവാണ് കേട്ടോ.
ഡോർ അടച്ച് ലോക്ക് ചെയ്യാണ്. അപ്പോൾ താഴെ ഇനി ചേച്ചിയുടെയിലേക്ക് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പൊ ദേ ഞങ്ങളിതേ അങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങാണ്. അതേ നോക്കിക്കേ, ദേ ഇവിടെ ചേച്ചി ഉണ്ട്. ഇതാണ് ചേച്ചി, ഇവരെ കണ്ടിട്ടില്ല ചേച്ചി. ചേട്ടൻ മാളു ഒളിച്ചു കേട്ടോ. മാളു പറയല്ലോ നിങ്ങൾ നിൽക്ക്, വല്ലപ്പോഴും കാണാനോ. അതെ ഇത് മാളു. ദേ ഇപ്പുറത്ത് അങ്കിളും ഉണ്ട്. അപ്പൊ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കാണ്. താക്കോൽ എൻ്റെ കയ്യിലാട്ടോ, ചേട്ടനിലേക്ക് കൊടുക്കാം. അപ്പോൾ അങ്കിളിന് താക്കോല് ചേട്ടൻ കൈമാറാണ്. ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ വീട്ടിൽ നിന്നെങ്കിലും ഇറങ്ങുമ്പോൾ സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ളൊരാഗ്രഹം. അപ്പോൾ അതെന്തായാലും ദൈവം ഞങ്ങൾക്ക് സാധിച്ചു തന്നു. മാത്രമല്ല ഈ ഒരു വീടെന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് നല്ല ഒരു നമ്മുടെ സ്വന്തം വീട് പോലെയാണ് നമ്മൾ ഇതിനകത്ത് താമസിച്ചത്. ഒരു എന്താ പറയുക കൂടപ്പുറപ്പിനെ പോലെ തന്നെയാണ് ഇവിടെ. എന്താ പറയുക വാടക വീട്ടിലാണ് താമസിക്കുന്നതെന്നുള്ള ഒരു ഇതുപോലും നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് പുതിയ വീട്ടിലെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.